എല്ലാവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് നിന്നും നിർമ്മല ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. സാർ, ഞാൻ ഇതിനു മുമ്പ് പലതവണ സാറിനോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്, അതിന് ഉത്തരവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയേണ്ടത്, ഞങ്ങളുടെ ക്ഷേത്രത്തിൽ ഗീതാ ക്ലാസ് നടക്കുന്നുണ്ട്. ആ ഗീതാ ക്ലാസ്സിൽ ആചാര്യൻ പറഞ്ഞു, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കുന്നതും നല്ലതിന് എന്ന് തുടങ്ങുന്ന ഗീതാ സന്ദേശം എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് കഷ്ണത്തിൽ എഴുതിയത് പ്രചരിക്കുന്നുണ്ട്. ഇത് ശരിയല്ലെന്നും അത് ഗീതാവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. സാറും മുമ്പ് ഇതേപോലെ തന്നെയാണ് അഭിപ്രായം പറഞ്ഞത്. അങ്ങനെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. എന്നാൽ നമ്മൾ ഒരിക്കൽ സംസാരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു അതിൽ കാര്യമില്ലാതില്ല എന്ന്. അതെന്താണ് എന്നാണ് എനിക്കറിയേണ്ടത്. ഭഗവത്ഗീതയിൽ എന്നല്ല, നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം ഓരോ ശ്ലോകവും ഒരു തരത്തിലല്ല പലതരത്തിൽ വ്യാഖ്യാനിക്കാം. രാമായണത്തിലെ ഒരു ശ്ലോകം വരരുചി 24 തരത്തിൽ വ്യാഖ്യാനിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം, അതിൽ 32 ശ്ലോകങ്ങൾ. 32 എന്താണെന്ന് ഒന്ന് നോക്കാം നമുക്ക്. കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധഃ ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേ അപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിതാഃ പ്രത്യനീകേഷു യോദ്ധാഃ. ലോകത്തെ നശിപ്പിക്കുന്ന ശക്തിമത്തായ കാലമാണ് ഞാൻ. ലോകങ്ങളെ, അതായത് എല്ലാവരെയും സംഹരിക്കാനാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇരു സൈന്യത്തിലുള്ള എല്ലാ യോദ്ധാക്കളും നീ യുദ്ധം ചെയ്യാതിരുന്നാലും ഇല്ലാതായിത്തീരും. ആരും ബാക്കിയാവാൻ പോകുന്നില്ല. ഇതാണ് പറയുന്നത്. പിന്നെ പൂർവസ്ഥിതി മാറാതെ നശിക്കാതെ ഒരു സൃഷ്ടിയും സാധ്യമല്ല. വിനാശപ്രക്രിയ തുടർച്ചയായി നടക്കുന്നതിൻ്റെ പരിണത ഫലമത്രേ പ്രപഞ്ച സൃഷ്ടി. ഇന്നലെയുടെ ശവകുടീരമാണ് ഇന്നിൻ്റെ ഈറ്റെല്ലാം. കൗമാരം പിറക്കുന്നത് ശൈശവം മരിച്ചിട്ടാണ്. ഇതാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നശിക്കാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അതാണ്. അപ്പോൾ ഈ നശിക്കുമ്പോൾ അത് ദോഷമാണ് എന്ന് കരുതാൻ പറ്റില്ല. കാരണം നശിച്ചാലാണ് പുതിയതിന് ഒരു തുടക്കം കുറിക്കുന്നത്. പിന്നെ 33-ാമത്തെ ശ്ലോകം നോക്കുക. തസ്മാത് ത്വമുത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാഹ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതിനാൽ നീ എഴുന്നേൽക്കൂ, ശത്രുക്കളെ ജയിച്ച് കീർത്തി സമ്പാദിക്കൂ, ഐശ്വര്യ സമൃദ്ധമായ രാജ്യം അനുഭവിക്കൂ. ഞാൻ തന്നെ ഇവരെയൊക്കെ ആദ്യമേ കൊന്നുകഴിഞ്ഞിരിക്കുന്നു. ഇടം കൈകൊണ്ട് അമ്പയ്യാൻ സമർത്ഥനായ അർജുന, നീ നിമിത്തമാത്രമായി ഭവിച്ചാലും. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ തന്നെ ഇവരെയെല്ലാം കൊന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, വിധിയെല്ലാം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ നിമിത്തം മാത്രമായി തരിക. നമ്മളൊക്കെ ഒരു നിമിത്തം മാത്രമാണ്. അതാണ്, നമ്മളൊരു കളിപ്പാട്ടമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അവിടെ തീരുമാനങ്ങളെല്ലാം ബ്രഹ്മം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണല്ലോ ഇതിനർത്ഥം. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ തീരുമാനിച്ചു കഴിഞ്ഞതൊക്കെ നന്മയിലേക്കല്ലേ. സാക്ഷാൽ ഈശ്വരൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നല്ലതിനല്ല എന്ന് പറയാൻ പറ്റുമോ? നല്ലതാണ്. ബാക്കി അതിൻ്റെ ഇടയിൽ വരുന്ന നല്ലതല്ല എന്ന് നമുക്ക് തോന്നുന്നതെല്ലാം അതിൻ്റെ വഴികളാണ്. ഏത് സംഗതി എടുത്താലും. ഇപ്പം ശൈശവം മരിച്ചതിന് ശേഷമാണല്ലോ കൗമാരം ഉണ്ടാകുന്നത്. അത് മരിച്ചിട്ടാണ്
ബാല്യം ഉണ്ടാകുന്നത്. ബാല്യം മരിച്ച് കൗമാരം ഉണ്ടാകുന്നു, കൗമാരം മരിച്ച് യൗവനം ഉണ്ടാകുന്നു. ഈ ശൈശവം മരിക്കാതിരുന്നെങ്കിൽ ഇവിടെ വല്ല കണ്ടുപിടുത്തങ്ങളും നടക്കുമായിരുന്നോ? ഇല്ലല്ലോ. എൻ്റെ ശൈശവം മരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നോ? എനിക്കൊരു സംഗീത അധ്യാപകനാകാൻ പറ്റുമായിരുന്നോ? എനിക്ക് ഒരു പ്രഭാഷകനാകാൻ പറ്റുമായിരുന്നു? എന്തിന്? എനിക്ക് വിവാഹം കഴിക്കാനോ സന്താനങ്ങൾ ഉണ്ടാകുവാനോ കഴിയുമായിരുന്നു? ഒന്നുമില്ല. ശൈശവത്തിൽ അവിടെ നിൽക്കും. അപ്പോൾ ഇത് ആ ശൈശവം മരിച്ചേ മതിയാകൂ. അപ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിനാണ്. പുതിയ കണ്ടുപിടുത്തം. ഇപ്പം ഇതേ തത്വത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം സംഭവിച്ചത് നല്ലതിന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ പഹൽഗാം ആക്രമണം, അവിടെ ഭീകരർ കുറേ പേരെ കൊന്നില്ലേ? അത് നല്ലതിനാണോ? നോക്കാം. ഇതേ ചോദ്യം തന്നെ അർത്ഥത്തിന് അവിടെ, അല്ലയോ ഭീകരന്മാരെ, ഇവരെയൊക്കെ ഞാൻ കൊന്നു നിർത്തിയിരിക്കുകയാണ്, ഇനി നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുക. അങ്ങനെ വരുന്നു. പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും പറഞ്ഞു, ആ ഭീകരന്മാരെ മുഴുവൻ കൊല്ലുക, അവരെയൊക്കെ ഞാൻ കൊന്നു നിർത്തിയിരിക്കുകയാണ്. എന്നതിന് ശേഷം നിങ്ങൾ നശിപ്പിച്ചതിന് ശേഷം ലോക പ്രശസ്തനാവുക, അർജുനോട് പറഞ്ഞ മാതിരി തന്നെ കീർത്തിമാനാവുക എന്ന് പറഞ്ഞില്ലേ? അത് ചെയ്തതിന് ശേഷം നീ കീർത്തിമാനാവുക, ഭാരതം കീർത്തിമാനാവുക. അതാണ് സംഭവിച്ചത്. അപ്പോൾ ഇതിൽ എവിടെയാണ് ദോഷം എന്ന് പറയാൻ വരുന്നത്? മരണം ഏതായാലും നിർബന്ധമാണ്. ബാഹ്യമായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവരത് ചെയ്തില്ലേ എന്ന് തോന്നും. ശരി, ആധ്യാത്മിക ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫലമായിട്ട് ഇപ്പുറത്തൊന്ന് വന്നു, നശിച്ചു പോയി. ഭാരതം ആ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ലോകം അറിയപ്പെടുന്ന ഒരു ആയുധ കേന്ദ്രമായി മാറി. ധാരാളം ആയുധ വിൽപ്പനകൾ ഇവിടെ നടന്നു. അതൊരു ഗുണകരമായ അവസ്ഥയിലേക്ക് മാറി. എല്ലാം അങ്ങനെ തന്നെയാണ്. ഈ വഴിയിൽ വരുന്ന ചില ദുഃഖങ്ങളെയാണ് നമ്മൾ നാശം എന്ന് പറയുന്നത്. അതല്ല, അവസാനം എത്തിച്ചേരേണ്ട അവസ്ഥ ഉണ്ട്. അതിൻ്റെ ഇടയിൽ പല ദുർഘട വഴികളും ഉണ്ടാകും. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. പിന്നെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് കർമ്മവിരുദ്ധമാണ്. സംഭവിച്ചതെല്ലാം നല്ലതിന് എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു പണിയെടുക്കണ്ടല്ലോ എന്ന്. ആ കണക്കിൽ നോക്കുമ്പോൾ ശരിയാ. പക്ഷേ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ലോകത്തിൽ ഒരാളും ഒരു കർമ്മവും ചെയ്യാതിരിക്കുന്നില്ല. ശരീരം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്. ഇത് മൂന്നും നിർബന്ധമായിട്ടും വേണമല്ലോ. പിന്നെ കാമമൊക്കെ ഉണ്ട്, അത് പിന്നെ ഇല്ലെങ്കിലും ഒഴിവാക്കാം. പക്ഷേ ശ്വാസോച്ഛ്വാസവും ഭക്ഷണവും വിസർജനവും ആവശ്യമില്ലാതെ പറ്റുമോ? അതാവശ്യമാണ്. അത് ചെയ്യുന്നുണ്ട് കർമ്മം, ശരീരം. പിന്നെ നമ്മൾ അകർമ്മത്തിൽ കർമ്മത്തെ കാണുക. ഒരാൾ വെറുതെ ഇരിക്കുന്നു, അയാൾ കർമ്മം ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ കരുതുക. അല്ല, അയാൾ ചിന്തിക്കുന്നുണ്ട്, എന്തെല്ലോ ചിന്തിക്കുന്നുണ്ട്. ഒരു കഥ രൂപാന്തരപ്പെടാം, കവിത രൂപാന്തരപ്പെടാം, അല്ലെങ്കിൽ പുതിയൊരു ശാസ്ത്രം കണ്ടുപിടിക്കുന്നതായിരിക്കാം, എന്ത് വേണമെങ്കിലാകാം. കർമ്മത്തിൽ അകർമ്മത്തെ കാണുക. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇയാൾ, എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ മനസ്സ് വേറെ എവിടെയാണ്, ഈ കർമ്മത്തിലൊന്നുമല്ല. പക്ഷെ എങ്കിലും അയാളെന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അല്ലെങ്കിലും. അപ്പോൾ കർമ്മം ചെയ്യാതെ ഒരു മനുഷ്യന് സാധ്യമല്ല. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ഞാൻ മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്, അതിനൊരു നിമിത്തം മാത്രമാണ് നമ്മൾ. ഒരു ക്രൈം ചെയ്തതിൽ കുറ്റവാളിയെ വെറുതെ വിട്ടു, നിരപരാധിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരി, തെറ്റാണ്. കർമ്മം അയാൾ ചെയ്യുന്നുണ്ടോ? പോലീസുകാർ കർമ്മം ചെയ്യുന്നുണ്ട്. തെറ്റായ രൂപത്തിലായാലും കർമ്മം ചെയ്യുന്നുണ്ട്. ആ കർമ്മം യഥാർത്ഥ ഞാൻ തീരുമാനിച്ച ആ വഴിയിലേക്കുള്ള സ്ഥാനത്തേക്കുള്ള വഴികളാണ്. അതിൻ്റെ ഫലം എന്തായാലും തിരിച്ചനുഭവിക്കും. കാലം സംഹാരസ്വരൂപനാണ് കാലം. മനസ്സിലായില്ലേ? അങ്ങനെ നോക്കുമ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിന് അല്ലേ? എന്താ സംഭവിച്ചതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആശങ്കപ്പെടുന്നത് സംഭവിക്കുന്നതൊക്കെ. നമ്മൾ ഓരോ കർമ്മം ചെയ്യും, അതിന് ഫലമുണ്ടാകും. അത് നല്ലതിനായിട്ടല്ല, ചീത്തയായിരിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചീത്തയായിരിക്കാം. പക്ഷേ അത് വേറെ നന്മകൾ ഉണ്ടായിരിക്കും അതിന്. അതാണല്ലോ വരുന്നത്. സംഭവിക്കുന്നതെല്ലാം നല്ലതിന്. കാരണം നല്ലതല്ലാതെ സംഭവിക്കില്ല. തീരുമാനം എവിടെയാണ്? അവിടെയാണ് തീരുമാനം. ഞാൻ ഇവരെയെല്ലാം കൊന്നു നിർത്തിയിരിക്കുന്നു,
നീ നിമിത്തമായി ഭവിക്കുക എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യം നിമിത്തങ്ങളാണ്, നമ്മളൊന്നും ഇതിൻ്റെ കർത്താക്കന്മാരല്ല. ഞാൻ എന്ത് ചെയ്താലും, നമുക്ക് കുഞ്ഞുങ്ങളുണ്ടാക്കി നമ്മളതിനെ പഠിപ്പിച്ച് വലുതാക്കിയപ്പോൾ ഞാൻ പഠിപ്പിച്ച് വലുതാക്കി എൻ്റെ മക്കളെ വെറുതെയാണ്. അവൻ്റെ ഭാവി നേരെ തീരുമാനിച്ചിട്ടുണ്ട്. നീ നിൻ്റെ കർമ്മം ചെയ്തു, അവൻ വളർന്നായി, നീ ഒരു നിമിത്തം മാത്രം. അങ്ങനെ നോക്കുമ്പോൾ സംഭവിച്ചതെല്ലാം നല്ലതിനെ, കാരണം ഞാനാണ് തീരുമാനിച്ചതെല്ലാം. ഈ അർത്ഥം വരുന്നുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നത്, നഷ്ടപ്പെട്ടതോർത്ത് എന്തിനു നീ ദുഃഖിക്കുന്നു? ശരിയല്ലേ? നഷ്ടപ്പെട്ടത് എന്തെങ്കിലും നീ കൊണ്ടുവന്നതാണോ? ഇവിടെ ഈ ഭൗതിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് പറയാൻ വല്ലതും നീ കൊണ്ടുവന്നതാണോ? അല്ല, ഒന്നുമല്ല. നമ്മൾ കൊണ്ടുവന്നത് നമുക്ക് നഷ്ടമായിട്ടുമില്ല. പൂർവ്വജന്മാർജിതമായിട്ട് സഞ്ചിത കർമ്മമായിട്ട് നമ്മൾ കൊണ്ടുവന്നതുണ്ട്, അത് നമ്മുടെ കൈവശമുണ്ട്. ഇനി അതിനേക്കാൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അത് ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകും. അപ്പോൾ അവിടെ നഷ്ടമൊന്നും വന്നില്ല. ഈ ഭൗതിക ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് എന്തിനാണ് ദുഃഖിക്കുന്നത്? അതാണ് പറയുന്നത്, സമനിലയിൽ നിർത്തുക എന്ന് ഗീതയിൽ പറയുന്നുണ്ടല്ലോ. ലാഭം വന്നാലും നഷ്ടം വന്നാലും ജയം വന്നാലും പരാജയം വന്നാലും ഒരേ മാതിരി കാണണമെന്ന് പറയുന്നില്ലേ? അതിൻ്റെ മറ്റൊരു ഭാവം തന്നെ, നഷ്ടപ്പെട്ടു നീ എന്തിനാണ് ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. നഷ്ടപ്പെട്ട എന്തെങ്കിലും നീ കൊണ്ടുവന്നതാണോ? നമുക്കിവിടുന്ന് നഷ്ടപ്പെട്ടു എന്തെങ്കിലും നീ കൊണ്ടുവന്നതാണോ? നീ വരുമ്പോൾ പൂർണ്ണ നഗ്നനായിട്ടാണ് അവിടെ വന്നത്. നീ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. സഞ്ചിത കർമ്മമായിട്ടുള്ള കർമ്മഭാണ്ഡമുണ്ട്, അത് അടയ്ക്കാതെ തുറക്കാതെ വെച്ചിരിക്കുകയാണത്. അതിന് വളരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. അതങ്ങ് അവിടെ ഇരിക്കും. പിന്നെ നിന്നെ കൊണ്ടുവന്ന് കാമം, ക്രോധം, അത് നിനക്ക് നഷ്ടപ്പെടാൻ അതാ വേണ്ടത്. പക്ഷെ ആർക്കും നഷ്ടപ്പെടാറില്ല. ബാക്കിയുള്ള സമ്പത്തും എല്ലാം നീ കൊണ്ടുവന്നില്ല. പിന്നെ എന്തിനാണ് നീ ദുഃഖിക്കുന്നത്? നശിച്ചത് എന്തെങ്കിലും നീ സൃഷ്ടിച്ചതാണോ? നശിച്ചു പോയി എന്തെങ്കിലും നീ സൃഷ്ടിച്ചതാണോ? അല്ല. നമ്മുടെ കർമ്മങ്ങൾ നടന്നു പോകുമ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് നശിപ്പിക്കപ്പെട്ടും പോകുന്നു. നീ നേടിയതെല്ലാം നിനക്ക് ഇവിടെയൊന്ന് ലഭിച്ചതാണ്, ശരിയാണല്ലോ. പേര്, പ്രശസ്തി, വിദ്യാഭ്യാസം എല്ലാം ഇവിടുന്ന് ലഭിച്ചതല്ലേ? നീ ജനിക്കുമ്പോൾ വല്ലതും കൊണ്ടുവന്നതാണോ? അല്ലല്ലോ. നീ ഒരു സയൻറ്റിസ്റ്റാണ്. ജനിക്കുമ്പോൾ നീ സയൻറ്റിസ്റ്റ് ആയിരുന്നു? ആയിരുന്നില്ല. നീ പ്രശസ്തനൊരു ഗായകനായിരുന്നു. യേശുദാസ് വലിയ ഗായകനായിരുന്നു. ജനിച്ച സമയത്ത് ഗായകനായിരുന്നു? അല്ല. പിന്നെ നേടിയതാണ്. പിന്നെ വിദ്യ നേടി, ഉള്ളിലുള്ള വാസനയ്ക്കനുസരിച്ച്, സഞ്ചിത കർമ്മമായി കിട്ടിയ വാസനയ്ക്കനുസരിച്ച് ഇവിടെ നിന്ന് പഠിച്ചപ്പോൾ അത് വലുതായി. പിന്നെയോ, ഇന്ന് നിനക്കുള്ളതെല്ലാം ഇന്നലെ മറ്റാരുടെ ആയിരുന്നല്ലോ അല്ലേ? എന്താ നോക്കേണ്ടത്? ഇന്നിപ്പോൾ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറേ ആൾക്കാരില്ലേ, ഇത് വേറെ ആളായിരുന്നു. മുമ്പ് ഒരു MK ത്യാഗരാജ ഭാഗവതൻ ഉണ്ടായിരുന്നു, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, വലിയ ഗായകൻ ആയിരുന്നു. ഇന്ന് നിങ്ങളാണ്, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ മറ്റാരുടേതായിരുന്നു, ഇതൊക്കെ വേറെ ആളായിരുന്നു. സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവിയും ഏറ്റവും വലിയ ഗായകനൊക്കെ ത്യാഗരാജ ഭാഗവതർ, PU ചിന്നപ്പ, TR മഹാലിംഗം, അവരൊക്കെ ആയിരുന്നു. ഇന്ന് വേറെ ചില ആൾക്കാരാണ്. ഇതാണ് ഇതിലെന്താ, എവിടെയാ തെറ്റ്? നാളെ അത് മറ്റാരുടേതോ ആകാം. നാളെ ഈ പദവികളൊക്കെ മറ്റാർക്ക് സ്വീകരിച്ചിരിക്കാം. മാറ്റം പ്രകൃതി നിയമമാണ്, അതുറപ്പാണല്ലോ. അപ്പോൾ ഈ അർത്ഥത്തിൽ, അതായത് ഭഗവത്ഗീതയിലെ 11-ാം അധ്യായത്തിലെ 32-33 ശ്ലോകത്തിനെ ആധാരമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെയൊരു അർത്ഥം കിട്ടുന്നു. ചിന്തിക്കുക, ശരിയല്ലേ? ഇതിനിപ്പോൾ എന്താ ഒരു ദോഷം? നാളെ സമൂഹത്തിന് വല്ല ദോഷമുണ്ടോ? ഒന്നുമില്ല. ചിന്തിക്കുക. നന്ദി, നമസ്കാരം.